ഞാനും പാർവതിയും കൂടെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. 2 പ്ലേറ്റൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചോറ് പകർന്നിടാൻ പോവുകയാണ്. എൻ്റെ ചോറ് തുറന്ന് നോക്കിയപ്പോൾ നല്ല 2 വറുത്ത മീൻ, അത് ചാള വറുത്തതാണേ. ചാള വറുത്തത് നല്ല കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ച ചാള വറുത്തതുണ്ട്. പിന്നെ ചോറ് തട്ടിയിടാം. ചോറ് പാത്രത്തിലൊക്കെ ഞാൻ തട്ടിയിടുവാണ്. ചോറ്, പിന്നീട് ഒരു തോരൻ, വെള്ളരിക്കയുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയൊരു വെള്ളരിക്കയാണേ. ആ വെള്ളരിക്ക കൊത്തിപ്പൊടിച്ചിട്ടിട്ട് ഇച്ചിരി ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ നല്ല പച്ച കൊഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിക്കാവേ. നല്ല പച്ച കൊഞ്ചും വെള്ളരിക്ക പാട് ഭയങ്കര തുറക്കാൻ. നല്ല വെള്ളരിക്കയും പച്ച കൊഞ്ചും എല്ലാം കൂടെ ചേർത്ത് നല്ല മസാലയൊക്കെ ഇട്ട്, കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ്, കൗശിക്കിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പച്ചക്കൊഞ്ചും വെള്ളരിക്കയും എല്ലാം കൂടി ഇട്ട ഒരു തോരൻ, ചെറിയൊരു തോരൻ പോലെ, എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടുണ്ടായോ, ഒരു ചെറിയ തോരൻ പോലെ വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചാളയെന്ന്, അപ്പോൾ ആ നെയ്ച്ചാള 2 എണ്ണം വറുത്ത് പിന്നെ കുറച്ച് കറി വെച്ചു. നല്ല കളർ കണ്ടാലും പേടിക്കണ്ട, അത് കാശ്മീരി ചില്ലി, നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് കാശ്മീരി പൊടിപ്പിക്കുന്നതുകൊണ്ട് ഫുള്ളെല്ലാത്തിനും കാശ്മീരി ചില്ലി, അതുകൊണ്ട് ആ കളർ ഇത്രയും കൂടെ. അതുപോലെ നമ്മുടെ അച്ചാർ, ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പുനർജനി ഹോം മെയ്ഡ് പിക്കിൾസ്. ഇന്ന് ഞങ്ങളെടുത്തത് മാങ്ങാച്ചാറാണ്. മിക്ക ദിവസവും ഞങ്ങൾ ഏതെങ്കിലും അച്ചാർ ഉപയോഗിക്കും. ഇന്നെടുത്തത് മാങ്ങാച്ചാറാണ്. നല്ല കാശ്മീരി ചില്ലിയും നല്ലെണ്ണയൊക്കെ ചേർത്ത് ആ തുറന്നപ്പോൾ തന്നെ ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് 250 ബോട്ടിലാണേ. അപ്പോൾ ഇതിന് കുറച്ച് ഞാനെടുത്ത് എൻ്റെ പാത്രത്തിൽ വയ്ക്കുന്നു. നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മുടെ കടുമാങ്ങ അച്ചാർ പാർവതിക്ക് ഇച്ചിരി വെച്ചിട്ടുണ്ടേ. പാർവതിയുടെ പാത്രത്തിലോട്ട് ശകലം കൂടെ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാച്ചാർ. ഞാൻ ഇച്ചിരി അവൾക്ക് വെച്ചു. അടച്ച് മാറ്റി വെക്കാം, എപ്പോഴും സേഫായിട്ട് വെക്കാം. ഇനി അവളുടെ പാത്രത്തിൽ എന്തോ ഉണ്ട്, തട്ടിയതിനകത്തിടാം. എന്നിട്ട് ഒരുമിച്ചാണ് കഴിക്കുന്നത് എങ്കിലും എല്ലാം അവൾ വീഡിയോ എടുക്കുക. അപ്പോൾ അവിടെ പാത്രത്തിലുള്ളതും കൂടെ എടുത്ത് വയ്ക്കുക. മുട്ട മിക്ക ദിവസവും കാണും മുട്ട കക്ഷിക്ക്. ഇന്ന് വലിയ കറികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു, കാരണം അവരുടെ അമ്മയ്ക്ക് ഷഷ്ടിയാണേ. അപ്പോൾ അല്ലെങ്കിൽ അമ്മ നന്നായിട്ട് കറി വെച്ച് കൊടുക്കും. ഇന്ന് വലുതായിട്ടില്ല, അവിടെ ഇഷ്ടം പോലെ കറി കൊണ്ടുവരുന്നതാണ്. ചോറ് വെച്ചു. പിന്നെ എന്തോ ഒരു ഒഴിച്ചുകറി ഉണ്ടല്ലോ. ഇത് പുളി രസം, നല്ല സൂപ്പർ സാധനം. അവരുടെ അമ്മ വെച്ച് കൊടുക്കുന്നത്, അമ്മയെന്ന് വെച്ചാൽ അമ്മായിയമ്മ കേട്ടോ. അമ്മ വെക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു. അത് ഒരു മത്തി വറുത്തത് കൊടുക്കാം. പിന്നീട് ഇച്ചിരി തോരൻ വയ്ക്കാം. ഇച്ചിരി തോരൻ വെച്ചു. തോരൻ വെച്ചതിന് ശേഷം പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് തോരൻ എടുത്ത് വെച്ച് കൊടുത്തു. നമ്മുടെ മാങ്ങാച്ചാറിനെ പറ്റി ഒന്നുകൂടെ പറയാം. നല്ല കടുമാങ്ങ മാത്രമൊന്നും അല്ല കേട്ടോ, ഒരുപാട് ഐറ്റം ഞങ്ങളുടെ കയ്യിലുണ്ട്. മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാറ്, ഇഞ്ചി, വെളുത്തുള്ളി, അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട്. അപ്പം നിങ്ങളത് നോക്കുക. നല്ല ഹോംലി ആയിട്ടുള്ള അച്ചാറുകളാണ്. താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പർ ഇവിടെ തരാം. ഈ നമ്പറിൽ ഓർഡർ ചെയ്യുക. നിങ്ങൾ എവിടെ നിന്നാണോ ഓർഡർ ചെയ്യുന്നത് അവിടെ ഞങ്ങൾ എത്തിച്ചു തരും. അടുത്തൊക്കെ ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫീസൊന്നും ഇല്ല. ദൂരെയൊക്കെ ആണെങ്കിൽ കൊറിയർ വഴിയൊക്കെ അയച്ചു തരുവാണെങ്കിൽ മാത്രം കൊറിയർ ഫീസ് തന്നാൽ മതി. ഇത് കൂടാതെ ബീഫ് അച്ചാർ, മീനച്ചാർ, അതുപോലെ തന്നെ നാരങ്ങ, ഇഞ്ചി എല്ലാം ഞങ്ങളുടെ പക്കൽ അവൈലബിൾ.